ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പരത്തി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ചെമ്പരത്തി ചെടിന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇനി പൂക്കളൊക്കെ പറിക്കട്ടെ. ചെമ്പരത്തി പൂവ് മുഴുവനായിട്ടും പറിച്ചെടുക്കട്ടെ. ഞങ്ങളെ പഴയ വീടാണിത്, അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ മാത്രം എടുക്കണം. ചെമ്പരത്തിപ്പൂവിൻ്റെ ആ നെട്ടിയും നടുവിലുള്ള ഭാഗവും നമുക്ക് ഒഴിവാക്കണം. ഇതളുകൾ മാത്രം ആക്കിയിട്ടെടുക്കാം. എല്ലാ ചെമ്പരത്തിപ്പൂവും ഇതുപോലെ ഇതളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി നല്ല പോലെ വൃത്തിയായി ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കട്ടെ. നല്ല പോലെ കഴുകിയെടുക്കണം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഇനി വെള്ളം നന്നായി തിളച്ചു വരട്ടെ. അതോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ ചേർത്ത് കൊടുക്കാണ്. ഇതളുകൾ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൂവിൻ്റെ ആ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പിങ്ക് കളറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകളൊക്കെ അരിച്ചെടുക്കണം. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കണം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ജ്യൂസിലേക്കുള്ള പഞ്ചസാരയും ഇഞ്ചിയും നന്നായി ഒന്ന് അരച്ചെടുക്കാം. ജ്യൂസിലേക്കുള്ള പഞ്ചസാരയും ഇഞ്ചിയും നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി കഷ്ണങ്ങൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യം 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുകയാണ്. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. ഇഞ്ചിയും പഞ്ചസാരയും നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പരത്തി പൂവിന്റെ ഇതള് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇപ്പൊ നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെമ്പരത്തി പൂവിന്റെ ഇതള് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുകയാണ്.
നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും ആ ഇഞ്ചിയും പേസ്റ്റും എല്ലാം ഈ വെള്ളത്തിൽ നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ജ്യൂസിലേക്ക് ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ജ്യൂസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ജ്യൂസിന് ഒരു റെഡ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തപ്പോൾ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഒരു അടിപൊളി റെഡ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലൂടെ ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആ നാരങ്ങയുടെ കുരുവൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുക്കുന്നത്. നല്ലൊരു റെഡ് കളറായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജ്യൂസ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്പരത്തി ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ജ്യൂസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.